പൊന്നാനി നഗരസഭയുടെ പച്ചത്തുരുത്തിൽ വിളഞ്ഞ കപ്പയും പഴവും ഹാപ്പിനെസ് സെന്ററിന് കൈമാറി. പച്ചത്തുരുത്തിൽ കഴിഞ്ഞ മാസം വിളവെടുത്ത പഴവും പപ്പായയും GLP സ്കൂൾ വെള്ളീരിയിലെ ഉച്ചഭക്ഷണത്തിനായി നൽകിയിരുന്നു. ഔഷധസസ്യങ്ങൾ, നക്ഷത്രവനം, വിവിധയിനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഇവിടെ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചു വരുന്നു. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളിലൂടെയുള്ള പഠനത്തിനൊപ്പം പ്രകൃതിയെ നേരിട്ട് അറിയാനും പരിചയപ്പെടാനും അവസരമൊരുക്കുന്ന തരത്തിലാണ് പച്ചത്തുരുത്ത് സംരക്ഷിച്ചു വരുന്നത്. നഗരസഭയുടെ ഹരിതവും ജനകീയവുമായ ഇടപെടലുകളുടെ ഭാഗമായി പച്ചത്തുരുത്തിൽ വിളയുന്ന ഓരോ വിളയും സമൂഹത്തിന് പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഹാപ്പിനെസ് സെന്ററിന് വേണ്ടി അക്ബർ മൂസ നഗരസഭാ ചെയർപേഴ്സൺ CV സുധയിൽ നിന്നും പഴവും കിഴങ്ങുവർഗ്ഗങ്ങളും ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന, TK മഷൂദ്, സനൽകുമാർ, റീന പ്രകാശൻ, കൗൺസിലർമാരായ P ഷംസുദ്ദീൻ, ഷഫീഖ്, ജയച്ചയമാരായ വിജിൻ, വിപിന, നന്ദന എന്നിവർ സംബന്ധിച്ചു. ഹാപ്പിനെസ് സെന്ററിലെ അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കുചേർന്നതോടെ ആഘോഷം കൂടുതൽ ഹൃദയസ്പർശിയായി. പച്ചത്തുരുത്തിൽ വിളഞ്ഞ നാടൻ വിഭവങ്ങൾ പങ്കുവച്ചും സ്നേഹവും സന്തോഷവും കൈമാറിയും നടന്ന ഓണാഘോഷം പേരുപോലെ തന്നെ ഹാപ്പിനെസ് നിറഞ്ഞ ആഘോഷമായി മാറി. പൊന്നാനി നഗരസഭയുടെ പച്ചത്തുരുത്തിൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ പലതരത്തിലുള്ള കൃഷികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന വിളവുകൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കും നഗരസഭയുടെ അധീനതയിലുള്ള സ്കൂളുകളിലേക്കും ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹാപ്പിനെസ് സെൻറ്ററിലേക്ക് വാഴക്കുലയും അതുപോലെ തന്നെ കപ്പ പോലുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലൊരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.